ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനെ കുറിച്ച് 30-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ഗൗതമിന് വലിയൊരു ആപത്ത് തന്നെ ഉണ്ടാവും. അതിന് കാരണക്കാരി ശിവാനി തന്നെ എന്ന് ജോത്സ്യൻ വെളിപ്പെടുത്തിയിട്ടോ. നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാത്തതിലാണ് ഈ സംഭവം ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശാന്തി മുഹൂർത്തം നാളേക്ക് നാളെ എന്ന പോലെ നടത്തിയിരിക്കണമെന്ന് പറയാനിട്ടോ. ഇതേ സമയം അതിന് സമ്മതം മൂളിയാണല്ലോ അവർ വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴേക്കും ഇവിടെ ഗൗതം ശത്രുക്കളെ ഉണ്ടാക്കി വെക്കണേട്ടോ. അതായത് കഴിഞ്ഞ പിറന്നാളിന് ആരെ ക്ഷണിക്കരുതെന്ന് പറഞ്ഞോ, അതുപോലെ തന്നെ ഒരു കൊല്ലം കൊണ്ട് എൻ്റെ ഈ ഒരു കമ്പനി ഇല്ലാതാക്കെന്ന് പറഞ്ഞോ, അയാളെ തന്നെ എനിക്ക് ക്ഷണിക്കണമെന്ന വാശിയാവാണ്. എന്നാൽ വസുന്ധരയ്ക്ക് അയാളെ പേടിയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര പറയാണ്, അത് വേണ്ട മോനെ, അയാളുമായി ഒരു ഏറ്റുമുട്ടാൻ നീ പോണ്ട എന്ന് പറയുമ്പോൾ, അത് പറ്റില്ലാമേ, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോഴേക്കും ഗോപി അത് കേട്ട് വരികയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം ഏട്ടാ? ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? കഴിഞ്ഞ തവണ ഇവനുമായി കൈകോർത്ത ഇവൻ്റെ ശത്രു ഇല്ലേ, ഒരു കൊല്ലം കൊണ്ട് കമ്പനി തകർക്കും എന്നൊക്കെ പറഞ്ഞു പോയ ആ ശത്രുവിനെ തന്നെ ഇവനെ ആദ്യം ഇൻവിറ്റേഷൻ കൊടുക്കണമെന്ന് ഇവൻ ആവശ്യപ്പെടുന്നു, ബർത്ത്ഡേക്കുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയാണ്, അതൊക്കെ പിന്നീടാവാം, ഇപ്പോൾ വരും നമ്മുടെ ഇപ്പോൾ വരും നമ്മുടെ പാറുവും നിധിയും, അവരും കൂടി വരട്ടെ, പാറുവിനോടും കൂടി ചോദിച്ചിട്ടാവാം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. വസുന്ധര പറയും, എന്തിനാണ് ഇവിടെ ഇപ്പോൾ പാറു ചേച്ചിയുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ തീരുമാനം എടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ ഗൗതം, ഒരു വീടല്ലേ, എല്ലാവരും ഒരുമിച്ച് വേണം എന്നുള്ള തീരുമാനത്തിലെത്താണ് കേട്ടോ. അപ്പോഴേക്കും പാറുവും അതുപോലെ തന്നെ നിധിയും കയറി വരികയാണ്. നിധിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു ടെൻഷൻ കാണുന്നുണ്ട്, പാറുവിൻ്റെയും ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ എങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഗോപിയേട്ട ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ഗോപി, എന്താണ് ജോത്സ്യൻ പറഞ്ഞതെന്ന് പറയാണ്. നമ്മുടെ മോൻക്ക് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. 30-ാം പിറന്നാൾ വരുന്നതിനോടുകൂടി ഗൗതം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയെടുത്തതിനോട് കൂടി തന്നെ ഗൗതമിന് ചെറിയൊരു ആപത്ത് വരുമെന്ന് ജോത്സ്യൻ പറഞ്ഞു. ആ ജോത്സ്യൻ്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കണ്ട എന്ന് വസു പറയുമ്പോൾ, അവിടെ പാറു പറയണേ, ആരെന്ത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ജോത്സ്യൻ പ്രവചിച്ചോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. ഗൗതമിൻ്റെ ശാന്തി മുഹൂർത്തം നടക്കാത്തതിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, നാളെ ശാന്തി മുഹൂർത്തമോ എന്ന ഭാവത്തിൽ ശിവാനി ഞെട്ടി നിൽക്കുന്നു കേട്ടോ. ഉടൻ തന്നെ വസുന്ധരയോട് പാറു പറയണേ, എനിക്ക് എൻ്റെ മോൻ്റെ ശാന്തി മുഹൂർത്തം നാളെ നടത്തണം. അപ്പോൾ അത് കേൾക്കുന്ന ഗൗതമിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കാരണം തൻ്റെ ഭാര്യ ആദ്യം അതിനെ നിഷേധിച്ച് നിൽക്കുമ്പോൾ താൻ എന്തിനാ അതിനെ സംസാരിക്കാൻ നിൽക്കണം എന്നൊരു ഭാവമാണ് ഗൗതമിൻ്റെ മുഖത്ത്. ഇതേ സമയം പാറു പറയാണ്, ഒരു താലികെട്ട് ചടങ്ങും വേണമെന്നാണ് പറഞ്ഞത്, താലിച്ചടങ്ങും വേണം. ഇത് രണ്ടും ജോത്സ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ തന്നെ ശാന്തി മുഹൂർത്തം നടത്തണം. താലികെട്ട് ചടങ്ങ് ഗൗതമിൻ്റെ പിറന്നാളിന് അന്ന് ആ ചടങ്ങും കൂടി നടത്താം എന്നുള്ള ആ ഒരു ഇത് പറയുമ്പോൾ ഗൗതം പറയാണ്, അത് നല്ല കാര്യം തന്നെ, കാരണം നിധിയും ഞാനുമായുള്ള വിവാഹ ചടങ്ങ് നല്ലപോലെ നടത്താൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ പാറു അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അവിടെ ഇവർ പ്ലാൻ ചെയ്തത് വേറെയാണ്. അന്ന് ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് ശിവാനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാനുള്ള ആ പരിപാടിയാണ് ഇവർ പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷേ ഇവരുടെ പ്ലാനുകൾ തകരുകയാണ്. ഇവരുടെ താലികെട്ട് നടന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഉടൻ തന്നെ ശിവാനി ഇങ്ങനെ വസുന്ധരയെ നോക്കാണ്. അപ്പോൾ ഉടൻ വസുന്ധര പറയാണ്, ഒരിക്കലും നടക്കില്ല, താലികെട്ട് ചടങ്ങ് അതൊരിക്കൽ നടന്നതല്ലേ, താലി എപ്പോഴും ഇങ്ങനെ കെട്ടാനുള്ളതൊന്നുമല്ലല്ലോ, അതുകൊണ്ട് അത് നടക്കില്ല. ഇവൻ്റെ പിറന്നാൾ ആഘോഷമാണ് അന്ന് നടക്കുന്നത്, അത് അങ്ങനെ തന്നെ, അതിനൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പാറു പറയാണ്, അതിനെന്താ മാറ്റം വരുത്താൻ പറ്റില്ല? കാരണം അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അന്ന് താലി കെട്ടിയെന്ന് വെച്ച് ഈ പ്രത്യേകിച്ച് ഒരാളെ ക്ഷണിക്കാനോ ഒന്നും പോകണ്ടല്ലോ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് അറിയില്ലേ ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും വസുന്ധരയോട് മറുപടി പറയാൻ പാറുവിന് കഴിയില്ല കേട്ടോ. എൻ്റെ വാക്കാണ് ഇവിടെ അന്തിമ തീരുമാനം. എന്താ ആ വാക്കുകളൊക്കെ ഇവിടെ തെറ്റി തുടങ്ങിയോ? അതുകൊണ്ട് തന്നെ ഇവിടെ താലികെട്ട് നടക്കില്ല, ഗൗതമിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അതാണ് ഇവിടെ നടക്കുക എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം നിധി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ആര് എന്ത് പറഞ്ഞാലും ശരി, ഇനി എൻ്റെ ഗൗതം മറ്റെന്ന ജോത്സ്യൻ പ്രവചിച്ചതുപോലെ തന്നെ ഇനി ഒരു താലികെട്ട് ഗൗതമിൻ്റെ പിറന്നാളോടുകൂടി ഗൗതമിൻ്റെ ഈ ഒരു ജാതകത്തിൻ്റെ ദോഷം മാറാൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ അത് കെട്ടിയിരിക്കും. അതിനാരും നിഷേധിച്ചിട്ടും കാര്യമില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം തന്നെ ആകെ ഞെട്ടിപ്പോവാണ്. നിധി തനിക്ക് വേണ്ടി ആദ്യമായി ശബ്ദം ഉയർത്തുന്നത് കേൾക്കുമ്പോൾ ഗൗതം ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം
നിധിയുടെ ശബ്ദമുയർത്തിൽ കേട്ട് ഗൗതം അവിടെ ഒരു മറുപടി പറയുന്നില്ല എന്ന് കാണുന്ന വസുന്ധര, തനിക്ക് ഇവിടെ ഏറ്റവും കിട്ടിയ ഒരു അവസരമാണ്, താലി കെട്ടിയാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഇവരുടെ ശാന്തി മുഹൂർത്തം അത് നാളെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് നടക്കാൻ പാടില്ല എന്നൊരു തീരുമാനം വസുന്ധര എടുക്കണം കേട്ടോ. ശരി, ഞാൻ സമ്മതിക്കാം, താലികെട്ട് നടന്നോട്ടെ, പക്ഷേ ഇവരുടെ താലികെട്ട് ചടങ്ങ് നടക്കും, പക്ഷേ ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല എന്ന് പറയണേട്ടാ. അതിനെനിക്ക് ഗൗതം സത്യം ചെയ്തു തരണമെന്ന് പറയണേ. എന്നാൽ ഈ സമയം അവിടെ നിധി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഗൗതം സത്യം ചെയ്യുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നിധി ആകെ ഞെട്ടി നിൽക്കണേ. ഗൗതമിൻ്റെ ഉള്ളിലാണെങ്കിലോ തൻ്റെ പിറകെ ഒരുപാട് പ്രാവശ്യം ഈ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി നിധിയുടെ പിറകെ ഗൗതം ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ തൻ്റെ ജീവന് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ജാതകത്തിൻ്റെ ഈ പൊരുത്തക്കേടുകൾ മാറാൻ വേണ്ടിയൊക്കെയാണെന്ന് പല തവണകളായി ഗൗതം ആവർത്തിക്കുമ്പോഴും നിധി അതിന് സമ്മതം മൂളാത്തത് കൊണ്ട് തന്നെ ഗൗതം വസുന്ധരയ്ക്ക് സത്യം ചെയ്യാൻ ഒരുങ്ങാനേട്ടാ. അപ്പോൾ വസുന്ധര പറയാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം, ഈ അമ്മ നിനക്ക് ജീവനാണല്ലോ, അതുകൊണ്ട് നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം, നാളെ ഇവിടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല, അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഈ ചടങ്ങ് നടക്കും എന്ന് പറയണേട്ടോ. നിങ്ങളുടെ താലികെട്ട് ചടങ്ങ് നടത്താൻ എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ ഗൗതമിനോട് സത്യം ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ ഗൗതം സത്യം ചെയ്യാൻ ഒരുങ്ങാണ് കേട്ടോ. ഇത് കാണുന്ന നിധി ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ പാറു ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം ഏറ്റവും വലുത് ഈ ശാന്തി മുഹൂർത്തം നടക്കലാണ്. ഇത് ഒരു ചടങ്ങല്ല, ഇത് ഗൗതമിൻ്റെ നിധിയുടെയും ജാതകം അവർ തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നിധിയുടെ ജാതകം തീർച്ചയായും ഗൗതമിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് പാറുവിൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങാണ്. പാറുവിന് അവിടെ സംസാരിക്കാൻ യാതൊരു ഇതുമില്ല. അപ്പോൾ ഗൗതം എന്ന് പറഞ്ഞ് പാറു പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഇത് ഞാനും എൻ്റെ മകനും തമ്മിലുള്ള കാര്യമാണ്, ഇതിലാരും ഇടപെടേണ്ട, ഗൗതം തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് വസുന്ധര പറയുമ്പോൾ ശിവാനിക്ക് സന്തോഷം കൊണ്ട് വാക്കുകളില്ല കേട്ടോ. അപ്പോഴേക്കും ഗൗതം ഈ വസുന്ധരയുടെ തലയിൽ സത്യം ചെയ്യാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും നിധി ഓടി വന്ന് ഗൗതമിനെ പിടിക്കുകയാണ്. ഒരിക്കലും ഈ സത്യം ചെയ്തു കൊടുക്കരുത്, ജ്യോത്സ്യം പറഞ്ഞതുപോലെ ജാതകത്തിൽ ഈ 30-ാം വയസ്സ് തികയുന്നതോടുകൂടി ഗൗതമിന് സാറിന് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ശാന്തി മുഹൂർത്തം നടന്നിട്ട് ആ ദോഷം മാറുമെങ്കിൽ ആ ശാന്തി മുഹൂർത്തം നാളെ തന്നെ നടക്കുകയും അതിനുശേഷം നമ്മുടെ താലികെട്ട് നടക്കുകയും ചെയ്യും, അതുകൊണ്ട് സത്യം ചെയ്തു കൊടുക്കരുത് എന്ന് പറയട്ടെ. ഗൗതമിൻ്റെ കൈ പിടിച്ച് വലിക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധരയ്ക്ക് ദേഷ്യം കൂടാണ്. വസുന്ധര എന്ത് ചെയ്യും, നീ ആരടി എൻ്റെ മകൻ്റെ കൈ പിടിച്ച് വലിക്കാൻ, അതിന് മാത്രം ധൈര്യം നിനക്ക് ആര് തന്നടി എന്ന് പറഞ്ഞിട്ട് നിധിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഗൗതം വസുന്ധരയുടെ കൈ അങ്ങ് പിടിക്കാൻ കേട്ടോ. എന്തിനാണ് അമ്മേ നിധിയെ അടിക്കുന്നതെന്ന് ചോദിക്കാൻ ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ്. തൻ്റെ മകൻ തൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. ഇത് കാണുന്ന പാറുവും ഗോപിയും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഗൗതം തന്നെ ഇതിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ എന്തിനും തൻ്റെ അമ്മ പറയുന്ന വാക്കുകൾക്ക് തലകുനിച്ച് നിൽക്കുന്ന ഗൗതം ആകെ മാറി മറിയുന്നത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. പറയാൻ വാക്കുകളില്ല. നിധിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വാക്കുകളില്ല കേട്ടോ. അങ്ങനെ മോനെ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാണ് ഇപ്പം നിധിയെ അടിക്കാൻ ഒരുങ്ങിയത്, നിധി എൻ്റെ ജാതകത്തിൻ്റെ ദോഷം മാറ്റാനല്ലേ അവൾക്കും ഒരു ശാന്തി മുഹൂർത്തം വേണമെന്ന് പറഞ്ഞത്, അങ്ങനെ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ആ ശാന്തി മുഹൂർത്തം നടന്നിരിക്കും എന്ന് ഗൗതം വസുന്ധരയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ വസു ആകെ തലകുനിച്ച് മുകളിലോട്ട് പോകുന്ന ആ രംഗമാണ് കേട്ടോ. ഇനി ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കുന്ന എപ്പിസോഡാണ് ഇനി വരാനുള്ളത്. അത് കഴിഞ്ഞാൽ താലികെട്ടിൻ്റെ ആ ഒരു എപ്പിസോഡും വന്നെത്തൂട്ടോ.